പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഹമ്മദ് മുസ്തഫ ഉറക്കച്ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ മുത്ത് പറഞ്ഞു, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളെ, ചെറുപ്പക്കാരെ, പൊന്നു പ്രായം ചെന്ന ഉമറാക്കളെ സ്വലാത്ത് നല്ല വർദ്ധിപ്പിക്കണം, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്ത ഉമ്മത്തി, വെള്ളിയാഴ്ച എന്റെ സമുദായത്തിൽപ്പെട്ടവർ അവർ ചൊല്ലുന്ന സ്വലാത്ത് തുഅറദു അലയ്യ ഫീ കുല്ലി യൗമി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും എന്നിലേക്ക് വെളിവാക്കപ്പെടും. ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാ, വെള്ളിയാഴ്ച ആരാണ് കൂടുതൽ എന്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയത്, കാന അഖറബഹും മിന്നീ മൻസില, അവർ നാളെ എന്റെ അരികിൽ അടുത്തടുത്ത് നിൽക്കും. വെള്ളിയാഴ്ച സാധാരണ ചൊല്ലുന്ന സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് അറിയോ? സ്വലാത്ത് സാധാരണ ചൊല്ലുന്ന സ്വലാത്താണോ? എത്രയാരും മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയത്. കാന അഖറബഹും മിന്നീ മൻസില, എന്റെ അരികിലേക്ക് ഏറ്റവും അടുത്തടുത്തടുത്ത് നാളെ റബ്ബിന്റെ അരികിൽ വെച്ച് നിൽക്കാൻ കഴിയും. ത്വാഹ റസൂലുള്ളാഹി. ഈമാനുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ, ഇതൊരവസരമാണ്. വെള്ളിയാഴ്ച നിങ്ങളുടെ പുരുഷന്മാരും ആൺകുട്ടികളുമൊക്കെ പള്ളിയിലേക്ക് പോയാൽ അന്ന് നിങ്ങളുടെ മറ്റ് ചുറ്റുപാടുകൾ ആ സമയം മാറ്റിവെച്ച് വുദു എടുത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലി ചുരുങ്ങിയതൊരു 300 സ്വലാത്തെങ്കിലും പഴയ മഹാന്മാർ പഠിപ്പിച്ചത് 300-ൽ കുറയരുതേ. 300 സ്വലാത്തെങ്കിലും സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് 300എങ്കിലും ചൊല്ലടേ. അതാണ് ചെറിയ പടി. അതിലപ്പുറം ചൊല്ലാൻ പരിശ്രമിക്കണേ ഉമ്മമാരെ. വല്ലാത്ത ഗുണം ലഭിക്കുന്നതാണ്, അനുഗ്രഹം ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ അതിനാക്കും മിന്നീ അക്സറുക്കും അലയ്യ സ്വലാ, എന്നോട് ഏറ്റവും അടുക്കുന്നവർ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന എന്റെ മക്കളാൻ. ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്തോതിയിട്ട് സ്വലാത്തും ചൊല്ലിക്കൊണ്ട് പച്ച മലയാളത്തിൽ യജമാനനായ റബ്ബിലേക്ക് കൈനീട്ടി, എന്റെ ഗൾഫിലെ മക്കൾക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ, എന്റെ ഭർത്താവിന് നീ രോഗം ശിഫയാക്കണേ അല്ലാ. പുരുഷന്മാരെ, നമ്മളെ ഭാര്യയ്ക്ക് ദുആ ചെയ്യണം, എന്റെ ഭാര്യയുടെ രോഗം ശിഫയാക്കണേ അല്ലാ, എന്റെ ഉമ്മാന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. ഒന്ന് ദുആ വർദ്ധിപ്പിച്ചാൽ വലിയ നേട്ടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണെങ്കിലും, തിരക്ക് പിടിച്ച സമയമാണെങ്കിലും, തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും, എങ്ങോട്ട് പോകുന്നുവെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ 1.5 മണിക്കൂർ അതിന് നീക്കിവെക്കണം, 1 മണിക്കൂർ അതിന് നീക്കിവെക്കണം. എന്നിട്ട് മതി. എന്നാലേ മറ്റു കാര്യങ്ങളൊക്കെ ഐശ്വര്യമുള്ളൂ. വെള്ളിയാഴ്ച തിരക്കുള്ളവർക്ക് അത് തിരക്കോട് തിരക്ക്. അടുത്ത വെള്ളിയാഴ്ച വരെ വിശ്രമമില്ല, റാഹത്തില്ല, മനസ്സമാധാനമില്ല, തിരക്കോട് തിരക്കായിരിക്കും. നോക്കിക്കോളൂ നാട്ടുകാരെ. വെള്ളിയാഴ്ച വിശ്രമമില്ലാത്തവര്, വെള്ളിയാഴ്ച ഇതിനു വേണ്ടി ഒരുങ്ങാത്തവര്, നിങ്ങൾ ചോദിച്ചോളൂ ആരോടും. ഇത് റസൂലുള്ളാഹി മുഖേന പഠിപ്പിച്ചതാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തിരക്ക് തീരൂല, അവന് റാഹത്ത് കിട്ടൂല, അവന് പ്രയാസം കൂടിക്കൂടി വരും, ഹമ്മുകൾ കൂടിക്കൂടി വരും. അവന്റെ ബിസിനസ്സിൽ, അവന്റെ ജോലിയിൽ, അവന്റെ മറ്റു പ്രശ്നങ്ങൾ, അവന്റെ തോട്ടപ്രശ്നങ്ങൾ, അവന്റെ മറ്റു വിഷയങ്ങൾ എല്ലാം പ്രശ്നം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ.